Hello students, welcome back to Smart Tutor. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ മൊഡ്യൂൾ 3യിലുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മൊഡ്യൂൾ 3യിൽ. പാർട്ട് എയിലോ പാർട്ട് ബിയിലോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം പല സ്റ്റുഡൻസും കോൺസെപ്റ്റ് മനസ്സിലാവാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും എസ്സേ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും MQTT, മെസ്സേജ് ക്യൂയിങ് ടെലിമെട്രി ട്രാൻസ്പോർട്ട്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് റൂൾസ്. അപ്പോൾ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഡിവൈസുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ് വിത്ത് എക്സ്ട്രീം ഹൈ ലാറ്റൻസി. ലാറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ? ലാഗ്. ഒരു ഗെയിം ഭയങ്കര ലാഗ് ആണെന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ ഹൈ ലാറ്റൻസി ആണ്, അതുപോലെ റിസ്ട്രിക്റ്റഡ് ലോ ബാൻഡ് വിഡ്ത്തും ആണ്. ഇത് രണ്ടുമാണ് ഈ ഒരു MQTTയുടെ പ്രത്യേകത. MQTT ഇസ് എ പെർഫെക്റ്റ് പ്രോട്ടോകോൾ ഫോർ മെഷീൻ ടു മെഷീൻ കമ്മ്യൂണിക്കേഷൻ. ഒരു മെഷീനിൽ നിന്ന് വേറൊരു മെഷീനിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ആണ് മെസ്സേജ് ക്യൂയിങ് ടെലിമെട്രി ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം MQTT ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ ലോ ബാൻഡ് വിഡ്ത്ത് ഉള്ള ഹൈ ലാറ്റൻസി സെറ്റിംഗ്സിന് വേണ്ടിയാണ് MQTT ഡിസൈൻ ചെയ്തേക്കുന്നത്. വാട്ട് ഈസ് MQTT? എന്താണ് MQTT? ഒരു പ്രോപ്പർ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. MQTT is a simple, lightweight messaging protocol used to establish communication between multiple devices. ഒന്നിൽ കൂടുതൽ ഡിവൈസുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് മെസ്സേജിംഗ് പ്രോട്ടോകോൾ ആണ് MQTT എന്ന് പറയുന്നത്. ഇനി പറയാണ്, ഇതൊരു TCP ബേസ്ഡ് പ്രോട്ടോകോൾ ആണ്. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, റിലൈങ് ഓൺ ദ പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡൽ. പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡൽ വെച്ചിട്ടാണ് ഈ ഒരു MQTT വർക്ക് ചെയ്യുന്നത്. പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡൽ എന്താണെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ ബിറ്റ്വീൻ റിസോഴ്സ് കൺസ്ട്രെയിൻ ഡിവൈസസ് ഹാവിംഗ് ലോ ബാൻഡ് വിഡ്ത്ത് ആൻഡ് ലോ പവർ റിക്വയർമെന്റ്സ്. ഇപ്പോൾ റിസോഴ്സ് കൺസ്ട്രെയിൻ ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റോറേജും പ്രോസസ്സിംഗ് ക്യാപ്പബിലിറ്റീസും വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിവൈസുകൾക്ക് ലോ ബാൻഡ് വിഡ്ത്തും ലോ പവർ റിക്വയർമെന്റ്സും ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു MQTT അവിടെ യൂസ് ചെയ്യാൻ പറ്റും. റിസോഴ്സ് കൺസ്ട്രെയിൻ ഡിവൈസുകളിൽ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയാണ് MQTT യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു MQTT എന്ന് പറയുന്ന IoT ഫ്രെയിംവർക്കിന്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി ഒരുപാട് യൂസ് ചെയ്ത് വരുന്നു. അപ്പോൾ MQTT എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് മെസ്സേജിംഗ് പ്രോട്ടോകോൾ ആണ്. ഇത് കമ്മ്യൂണിക്കേഷൻ മൾട്ടിപ്പിൾ ഡിവൈസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. TCP ബേസ്ഡ് പ്രോട്ടോകോൾ ആണ്. പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡൽ ആണ് ഇതിൻ്റെത്. റിസോഴ്സ് കൺസ്ട്രെയിൻഡ് ഡിവൈസുകളിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ് MQTT എന്ന് പറയുന്നത്. റിസോഴ്സ് കൺസ്ട്രെയിൻഡ് ഡിവൈസുകൾക്ക് ലോ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും, ലോ പവർ റിക്വയർമെന്റ്സ് ആയിരിക്കും. IoT ഫ്രെയിംവർക്കിന്റെ അകത്ത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഈ ഒരു മെസ്സേജിംഗ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നുണ്ട് വൈഡ്ലി. MQTT പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ മോഡലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ക്ലയൻറ്റ്സ് ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ വിത്തൗട്ട് ഹാവിംഗ് എനി ഡയറക്റ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ദം. അതായത് ഒന്നിൽ കൂടുതൽ ക്ലയൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്റ്റീവ് ആണ്, പക്ഷെ അവർ തമ്മിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അതാണ് ആ ഒരു മോഡലിന്റെ പ്രത്യേകത. അപ്പോൾ എങ്ങനെയായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാകും, അതിന്റെ പേരാണ് ബ്രോക്കർ. സോ ഒരു തേർഡ് പാർട്ടി ബ്രോക്കർ വെച്ചിട്ടായിരിക്കും എല്ലാ ക്ലയൻറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഇതാണ് ബേസിക്കലി പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡൽ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് MQTT ക്ലയൻറ്റ് എന്താണ്, ബ്രോക്കർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പാസേജ് കണ്ടിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഇത് ഞാൻ ചെറുതാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം കോൺസെപ്റ്റ് എന്താണെന്ന്. പക്ഷേ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് ഇച്ചിരി വലിയൊരു എസ്സേ പോലെയൊക്കെ എഴുതുന്നതായിരിക്കും നല്ലത്. ആ ഒരു വലിയ പാസേജിന് ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. MQTT ക്ലയൻറ്റും ബ്രോക്കറിൻ്റെയും ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് ഒരു മെസ്സേജിനെ പബ്ലിഷ് ചെയ്യും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ. എങ്ങോട്ടായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്? ബ്രോക്കറിലേക്കായിരിക്കും കൊടുക്കുന്നത്. ആ ബ്രോക്കറിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ മെസ്സേജിനെ ബാക്കി ക്ലയൻറ്റ്സ് ആക്സസ് ചെയ്യുന്നു. ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനാണ് ഇവിടുത്തെ ആദ്യത്തെ ക്ലയൻറ്റ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ IoT എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു വീഡിയോ, അതാണ് എൻ്റെ മെസ്സേജ്. ആ ഒരു മെസ്സേജിനെ ഞാൻ യൂട്യൂബ് എന്ന് പറയുന്ന ബ്രോക്കറിലേക്ക് പബ്ലിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യൂട്യൂബിൻ്റെ അകത്ത് ഇടുമ്പോഴത്തേക്ക് ബാക്കി ക്ലയൻറ്റ്സ് ആയിട്ടുള്ള നിങ്ങൾ സ്റ്റുഡൻസ് എന്ത് ചെയ്യും? ആ ബ്രോക്കർ, അതായത് യൂട്യൂബിൽ നിന്ന് ഞാൻ പബ്ലിഷ് ചെയ്ത മെസ്സേജിനെ ആക്സസ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം? സോ ഇവിടുത്തെ ക്ലയൻറ്റ്സ് ആരാണ്? ഞാനൊരു ക്ലയൻറ്റ്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് ആണെങ്കിൽ ഞാനൊരു മെസ്സേജ് ഒരു സ്റ്റുഡൻറ്റിന് അയച്ചു കൊടുക്കുന്നു. ഞാനൊരു വീഡിയോ ഉണ്ടാക്കി നേരെ അങ്ങ് അയച്ചു കൊടുക്കുക. അപ്പോൾ അത് ക്ലയൻറ്റ് ടു ക്ലയൻറ്റ്. പക്ഷേ ഇവിടെ ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് ഇൻട്രാക്ഷൻ വരുന്നില്ല. എവിടെയോ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനൊരു ക്ലയൻറ്റ് ആണ്. ഞാൻ എന്ത് ചെയ്യും? IoT എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കി ഞാൻ പബ്ലിഷ് ചെയ്തിടുവാണ് യൂട്യൂബിലേക്ക്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ ബാക്കി സ്റ്റുഡൻസ് നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്ക് നിങ്ങൾ സെർച്ച് ചെയ്യും. IoT എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക്കാണ്. സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആക്സസ്
ചെയ്യും. മനസ്സിലായോ? ഇതാണ് നമ്മുടെ MQTT അത് നടക്കുന്നത്. ഇനി നമുക്ക് ബ്രോക്കറിന്റെ ഫംഗ്ഷനാലിറ്റി നോക്കാം. റിസീവ്സ് മെസ്സേജ് ഫ്രം ദ ക്ലൈന്റ്. ക്ലയന്റിൽ നിന്ന് മെസ്സേജിനെ റിസീവ് ചെയ്യുവാണ്, എന്നിട്ട് ഫിൽട്ടർ ചെയ്യും ആ മെസ്സേജുകളെ ബേസ്ഡ് ഓൺ ദ ടോപ്പിക്. ഇപ്പോൾ യൂട്യൂബ് ആണ് ബ്രോക്കർ എങ്കിൽ പല ആൾക്കാരും പല രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും ഇടുന്നത്. ഇപ്പം ഞാൻ എഡ്യൂക്കേഷൻ വീഡിയോ ഇടുന്നു, ബാക്കി ചില ആൾക്കാർ വ്ളോഗിങ് ചെയ്യുന്നു, എന്നിട്ട് ആ ഒരു ടോപ്പിക്കിനെ വെച്ചിട്ട് മെസ്സേജസിനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. ആ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ടോപ്പിക് ഏതൊക്കെ ക്ലയൻസ് ആണോ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് ആ ഒരു ക്ലയൻസിലേക്ക് ആ ഒരു മെസ്സേജസിനെ എത്തിക്കുന്നു. ഇപ്പം ഞാനൊരു എഡ്യൂക്കേഷൻ ചാനലാണ് ചെയ്യുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസ് ആരൊക്കെയാണോ അവർക്കെല്ലാം എന്ത് ചെയ്യും, ആ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഒരു കറക്റ്റ് നമ്മൾ യൂട്യൂബിൻ്റെ സെയിം അൽഗോരിതം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി സെൻട്രൽ റോൾ ഓഫ് MQTT ബ്രോക്കർ എന്ന് പറഞ്ഞാൽ പബ്ലിഷ് സബ്സ്ക്രൈബ് പ്രോട്ടോകോളിന്റെ ഹേർട്ടാണ് ബ്രോക്കർ എന്ന് പറയുന്നത്. ഈ ഒരു ബ്രോക്കറിന് ഒരേ സമയം ആയിരക്കണക്കിന് MQTT ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബ്രോക്കറിന്റെ മെസ്സേജ് ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവ്സ് ആൻഡ് സോർട്ട് ഓൾ കമ്മ്യൂണിക്കേഷൻ, എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും റിസീവ് ചെയ്ത് സോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്കിന് ഏതൊക്കെ ക്ലയൻസ് ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്യും, എന്നിട്ട് ആ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ക്ലയന്റിലേക്ക് മെസ്സേജസ് ഡെലിവർ ചെയ്ത് കൊടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ യൂട്യൂബ് ആണ് ബ്രോക്കർ എങ്കിൽ ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഞാനത് യൂട്യൂബിലേക്ക് പബ്ലിഷ് ചെയ്യും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് എന്ത് ചെയ്യും, ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ട് തരും. പെർസിസ്റ്റൻസ് ഇൻ MQTT ബ്രോക്കറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ സെഷൻ ഫോർ പെർസിസ്റ്റന്റ് ക്ലയൻസ്. അതായത് ഒരു ക്ലയൻറ്റ് ഇപ്പം ഓഫ്ലൈൻ ആണെങ്കിൽ പോലും അയാൾ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ചാനലിലേക്ക് ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ, ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അയാൾ എപ്പോഴാണോ ഓൺലൈൻ ആവുന്നത് അന്നേരം അയാൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ഓഫ്ലൈൻ ആണ്, നിങ്ങൾ ആക്റ്റീവ് അല്ല, പക്ഷേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, പക്ഷേ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ യൂട്യൂബിലേക്ക് തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എപ്പോൾ വേണേലും എടുക്കാൻ പറ്റും. അതായത് സ്റ്റോർ മിസ്ഡ് മെസ്സേജസ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഫോർ ക്ലയൻസ്. ക്ലയൻസിന് മിസ്സായിട്ടുള്ള മെസ്സേജസിനെ സബ്സ്ക്രിപ്ഷൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ബ്രോക്കർ വഴിയുള്ള ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് റിസീവ് ഓൾ മെസ്സേജസ് പബ്ലിഷ് ഓൺ ദ ടോപ്പിക് ദേ ഹാവ് സബ്സ്ക്രൈബ് ടു. ഒരു സബ്സ്ക്രൈബർ ഒരു ടോപ്പിക്കിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ വരുന്ന എല്ലാ മെസ്സേജസും അയാൾക്ക് കിട്ടും. ബോത്ത് മെസ്സേജ് പബ്ലിഷേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് ആർ കൺസിഡർഡ് ക്ലയൻസ് ഇൻ ദ MQTT സിസ്റ്റം. ഒരു MQTT സിസ്റ്റത്തിന്റെ അകത്ത് മെസ്സേജ് പബ്ലിഷറും അതുപോലെ തന്നെ സബ്സ്ക്രൈബറും രണ്ടുപേരും ക്ലയൻസ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. MQTT സിസ്റ്റത്തിൻ്റെ ഒരു ഡയഗ്രമാണിത്. നമ്മൾ പറയുന്നത് ബ്രോക്കറാണ് ഹേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നടുക്കാണ് ബ്രോക്കർ വരുന്നത്, സെൻട്രൽ കമ്പോണൻ്റ് ആണ്. ഒരു സൈഡിൽ പബ്ലിഷർ ക്ലയൻറ്റുകളും മറ്റേ സൈഡിൽ സബ്സ്ക്രൈബർ ക്ലയൻറ്റുകളുമാണ് കാണിച്ചേക്കുന്നത്. പബ്ലിഷർ ക്ലയൻറ്റ് എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് മെസ്സേജ് ഉണ്ടാക്കിയിട്ട് അത് ബ്രോക്കറിലേക്ക് പബ്ലിഷ് ചെയ്യും. ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബർ ക്ലയൻറ്റിലേക്ക് ബ്രോക്കറിൽ നിന്ന് ആ ഒരു മെസ്സേജ് പബ്ലിഷ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. സബ്സ്ക്രൈബർ ക്ലയൻറ്റ് എന്താണ് ചെയ്യുന്നത്, ബ്രോക്കറിലുള്ള ഒരു ടോപ്പിക്കിനെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും. ആ ടോപ്പിക്കിൽ പബ്ലിഷ് ആവുന്ന എന്തൊക്കെ മെസ്സേജസ് ഉണ്ടോ അതെല്ലാം ബ്രോക്കർ സബ്സ്ക്രൈബർ ക്ലയൻറ്റിലേക്ക് പബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊരു ഈസി ഡയഗ്രാം അല്ല, ഇത് മറക്കാതെ നിങ്ങൾ എക്സാമിന് വരച്ചിരിക്കണം. ദ വർക്കിംഗ് ഓഫ് MQTT യൂസസ് പബ്ലിഷ് സബ്സ്ക്രൈബ് കമ്മ്യൂണിക്കേഷൻ മോഡൽ. MQTT പബ്ലിഷ് സബ്സ്ക്രൈബ് കമ്മ്യൂണിക്കേഷൻ മോഡലാണ് യൂസ് ചെയ്യുന്നത്. ട്രഡീഷണൽ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറും പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രഡീഷണൽ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിനകത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ബിറ്റ്വീൻ എൻഡ് പോയിന്റ്സ് ആയിരിക്കും. ഒരു ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു മെഷീൻ ടു മെഷീൻ അങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേഷൻ വരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, നടുക്കൊരു ബ്രോക്കർ ഉണ്ടായിരിക്കും. ആ ഒരു ബ്രോക്കർ വഴിയായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇപ്പോൾ ഞാനൊരു മെസ്സേജ് ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിന് അത് അയച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഉണ്ടാക്കി യൂട്യൂബിലിടും, ആ യൂട്യൂബ് വഴി എൻ്റെ സബ്സ്ക്രൈബർ അത് ആക്സസ് ചെയ്യുവാണ്. മെസ്സേജുകളെ സെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിനെ നമുക്ക് പബ്ലിഷർ എന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ ഞാനായിരിക്കും അവിടുത്തെ പബ്ലിഷർ എന്ന് പറയുന്നത്. ഇനി ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിലെ മെസ്സേജസിനെ റിസീവ് ചെയ്യുന്ന ക്ലയൻറ്റിനെ നമുക്ക് സബ്സ്ക്രൈബർ എന്ന് വിളിക്കാം. ഒരു സെയിം MQTT ക്ലയൻറ്റിന് പബ്ലിഷറും സബ്സ്ക്രൈബറും ആവും. ഇപ്പോൾ ഞാനൊരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഞാൻ വേറെ ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസും കാണുന്നുണ്ടെങ്കിൽ ഞാനൊരു സബ്സ്ക്രൈബറും ആണ് പബ്ലിഷറും ആണ്. ഈ സ്ലൈഡിൽ ഫസ്റ്റ് പോയിന്റ് റിപ്പീറ്റിംഗ് ആണ്, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ദ ബ്രോക്കർ ഈസ് എ തേർഡ് പാർട്ടി server that manages communication between publishers and subscribers, meaning they do not communicate directly with each other but via the broker. ബ്രോക്കർ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി സെർവർ ആണ്. അവർ കമ്മ്യൂണിക്കേഷൻ പബ്ലിഷറും സബ്സ്ക്രൈബറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ മാനേജ് ചെയ്യുന്നു. അതായത് അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, പക്ഷെ ഒരു ബ്രോക്കർ വഴി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് പബ്ലിഷറും സബ്സ്ക്രൈബറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. ഒരു പബ്ലിഷർ മെസ്സേജിനെ ബ്രോക്കറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു സബ്സ്ക്രൈബർ എന്താ ചെയ്യുന്നത്, അവർ സബ്സ്ക്രൈബ് ചെയ്ത ടോപ്പിക്കിലുള്ള മെസ്സേജുകളെ ബ്രോക്കറിൽ നിന്ന് റിസീവ് ചെയ്തെടുക്കുകയാണ്. മൾട്ടിപ്പിൾ ക്ലയൻസിന് സെയിം ടോപ്പിക്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്കിൽ പബ്ലിഷ് ആവുന്ന മെസ്സേജസിനെ എല്ലാം റിസീവ് ചെയ്യാനും പറ്റും. സപ്പോസ് ഒരു സബ്സ്ക്രൈബർ ഒരു ബ്രോക്കറിനെ ഡിസ്കണക്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആ ബ്രോക്കർ എന്ത് ചെയ്യും, അയാൾക്കുള്ള മെസ്സേജസിനെ എല്ലാം ബഫർ ചെയ്ത് സേവ് ചെയ്ത് വെക്കും. ഇനി എപ്പോഴാണോ ആ സബ്സ്ക്രൈബർ റീകണക്ട് ചെയ്യുന്നത് അന്നേരം അയാൾക്ക് അതെല്ലാം ഡെലിവർ
ചെയ്ത് കൊടുക്കും. ഇനി ഒരു പബ്ലിഷിംഗ് ക്ലയന്റ് ബ്രോക്കറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുവാണെങ്കിൽ ആ ബ്രോക്കർ എന്ത് ചെയ്യും, ആ പർട്ടിക്കുലർ പബ്ലിഷറിന്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിന് ക്യാഷ്ഡ് മെസ്സേജസ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. MQTT ക്ലയൻസ്, അതായത് പബ്ലിഷേഴ്സും സബ്സ്ക്രൈബേഴ്സും, ഇവർക്ക് രണ്ടുപേർക്കും MQTT ബ്രോക്കേഴ്സ് വഴി മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. MQTT ലൈബ്രറിക്കകത്ത് റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡിവൈസസ് എന്താണെങ്കിലും അത് MQTT ക്ലയന്റ് ആണ്, റേഞ്ചിങ് ഫ്രം മൈക്രോ കൺട്രോളേഴ്സ് ടു ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻ സെർവേഴ്സ്. ഇനിയിപ്പോൾ മൈക്രോ കൺട്രോളേഴ്സ് തൊട്ട് ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻ സെർവേഴ്സ് എന്താണെങ്കിലും അതും MQTT ക്ലയന്റ് ആണ്. MQTT ക്ലയന്റ് MQTT ബ്രോക്കറിലേക്ക് ആദ്യം ഒരു കണക്ഷൻ കൊടുക്കും. കണക്ഷൻ അക്സെപ്റ്റ് ആയ കണക്ഷൻ അക്നോളജ്മെന്റ് തിരിച്ചു വരും. ദെൻ എന്ത് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, തിരിച്ച് ഒരു സബ്സ്ക്രിപ്ഷൻ അക്നോളജ്മെന്റ് തിരിച്ചു വരും. മെസ്സേജിനെ ബ്രോക്കറിലേക്ക് പബ്ലിഷ് ചെയ്യും, പബ്ലിഷ് ആയ പബ്ലിഷ് അക്നോളജ്മെന്റ് തിരിച്ചു വരും. ഈ ഒരു ഡയഗ്രം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MQTT. ഫസ്റ്റ് പോയിന്റ് ലൈറ്റ് വെയിറ്റ് ആണ്. ലോ റിസോഴ്സ് എൻവയോൺമെന്റ്സിന് വേണ്ടിയാണ് ഒപ്റ്റിമൈസ് ചെയ്തേക്കുന്നത്. ബാൻഡ്വിഡ്ത്തിനെ മിനിമൈസ് ചെയ്യും, അതുപോലെ പ്രോസസിംഗ് ഓവർഹെഡ്സിനെ മിനിമൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡൽ. ഡീകപ്പിൾസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ ഡീകപ്പിൾ ചെയ്യുന്നു. അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്രോക്കർ വഴിയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ക്വാളിറ്റി ഓഫ് സർവീസ്. ഓഫേഴ്സ് 3 ലെവൽസ് 0, 1, 2 ഫോർ ഡിഫറെന്റ് ലെവൽസ് ഓഫ് മെസ്സേജ് ഡെലിവറി റിലയബിലിറ്റി. നെക്സ്റ്റ് റീറ്റൈൻഡ് മെസ്സേജസ്, അതായത് ഒരു ടോപ്പിക്കിലുള്ള ലാസ്റ്റ് മെസ്സേജിനെ ബ്രോക്കർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഇമീഡിയറ്റ്ലി മെസ്സേജ് റിസീവ് ചെയ്യുന്നു. ലാസ്റ്റ് വില്ലൻ ടെസ്റ്റ്മെന്റ്, LWT എന്ന് പറഞ്ഞാൽ അതായത് ഒരു ക്ലയന്റ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഡിസ്കണക്ട് ചെയ്യുവാണെങ്കിൽ ഒരു പ്രീ ഡിഫൈൻഡ് മെസ്സേജിനെ ബ്രോക്കർ അങ്ങ് പബ്ലിഷ് ചെയ്യുന്നു. ലാസ്റ്റ് വൺ സെക്യൂരിറ്റി, സപ്പോർട്ട്സ് TLS എൻക്രിപ്ഷൻ ആൻഡ് ഒതന്റിക്കേഷൻ മെത്തേഡ്സ് ലൈക്ക് യൂസർ നെയിം ഓർ പാസ്വേഡ് ആൻഡ് ക്ലയന്റ് സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ സെക്യൂരിറ്റി ഉണ്ട്, ഒതന്റിക്കേഷൻ മെത്തേഡ്സ് ആയി യൂസർ നെയിമും പാസ്വേഡും ഒക്കെ സെറ്റ് ചെയ്യണം, അതുപോലെ ക്ലയന്റ് സർട്ടിഫിക്കറ്റ്സും പ്രൊവൈഡ് ചെയ്യണം. അഡ്വാൻറ്റേജസ് ഓഫ് MQTT, പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1 to many, many to 1, many to many. ബൈഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനെ അലോ ചെയ്യുന്നുണ്ട്, അതായത് ഒരു ക്ലയന്റിനെ പബ്ലിഷ് ചെയ്യാനും ഡാറ്റയെ റിസീവ് ചെയ്യാനും പറ്റും സൈമിൾട്ടേനിയസ് ആയിട്ട്. ഇനി ലൈറ്റ് വെയിറ്റ് പ്രോട്ടോകോൾ ആണ്, പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഡാറ്റ ട്രാൻസ്പോർട്ടിന് എഫിഷ്യന്റ് ആണ്. ഡാറ്റ പാക്കേജിന്റെ യൂസേജ് മിനിമൈസ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത് കൺസപ്ഷൻ റിഡ്യൂസ് ചെയ്യുന്നു. എഫക്റ്റീവ് ആയിട്ടുള്ള ഡാറ്റ ഡിസ്ട്രിബ്യൂഷനും റിമോട്ട് കൺട്രോളിനെയും എൻഷുർ ചെയ്യുന്നു. പ്രൊവൈഡ് പ്രോംപ്റ്റ്സ് ആൻഡ് റിലയബിൾ മെസ്സേജ് ഡെലിവറി, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെസ്സേജ് ഡെലിവറി നടക്കുന്നു. പവർ കൺസപ്ഷൻ മിനിമൈസ് ചെയ്യുന്ന വഴി ബെനിഫിറ്റിംഗ് കണക്റ്റഡ് ഡിവൈസസ് ആൻഡ് മാക്സിമൈസിംഗ് നെറ്റ്വർക്ക് കപ്പാസിറ്റി. ചെറിയ മെസ്സേജ് സൈസും മിനിമൽ ഓവർഹെഡും ഉള്ളത് കൊണ്ട് തന്നെ ക്വിക്ക് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ഡാറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് MQTTയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് MQTT നോക്കിയാൽ നമ്മൾ കൺസ്ട്രെയിൻഡ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോളിനെ MQTT വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് MQTTയുടെ സെൻഡ് സൈക്കിൾസ് സ്ലോവർ ആണ്, മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സ്ലോവർ ആണ്. MQTTക്കകത്ത് റിസോഴ്സിനെ ഡിസ്കവർ ചെയ്യുന്ന ഫ്ലെക്സിബിൾ ടോപ്പിക് സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ടാണ്. COAPക്കകത്ത് ഒരു റിലയബിൾ സിസ്റ്റം തന്നെ ഉണ്ട്. MQTTക്കകത്ത് എൻക്രിപ്ഷൻ ലാക്ക് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി എൻക്രിപ്ഷൻ പോസിബിൾ ആവുന്ന TLS ഉം SSL-ഉം വെച്ചിട്ടാണ്. ഇനി ഒരു ഇന്റർനാഷണലി സ്കെയിലബിൾ MQTT നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് MQTTനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ എക്സാമിന് സുഖമായിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മാർക്സിന് വേണ്ടി എഴുതാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യണം. നോട്ട്സ് വേണ്ടവർക്ക് smarttutor5@gmail.com മെയിൽ ചെയ്താൽ മതി. വൺസ് അഗെയിൻ താങ്ക് യു.